ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലായ കൊല്ലക്കാരൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ പോകുന്നതിൻ്റെയും അതേപോലെ വേളാങ്കണ്ണി പോകുന്നതിൻ്റെയും ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ പോവാണ്. ഇത് നമ്മുടെ ഒരു തുടക്കമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാണുക. പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ടാം. ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ രാവിലെ 3 മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ 3 മണി ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും സുഖമായിട്ട് പോയിട്ട് വരാം. ഞാൻ ഒരു 5 മിനിറ്റ് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് താണ്ട രാവിലെ നല്ല സൂപ്പർ ക്ലൈമറ്റും അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള സൺലൈറ്റും ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തമിഴ്നാട് പോകുമ്പോൾ നമ്മൾ സ്ഥിരം കയറുന്ന ഒരു ബേക്കറി കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ നല്ല പേസ്ട്രീസും ലഡുവും സ്വീറ്റ്സും എല്ലാം കിട്ടും. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കയറുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ചായയും വടയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു. അടുത്ത ഞങ്ങളുടെ ഫുഡ് ഡെസ്റ്റിനേഷൻ എത്തി. ഞങ്ങൾ ടെമ്പിൾ സിറ്റി എന്ന് പറയുന്ന ഹോട്ടലിലാണ് കയറിയത്. ഇവിടെ ആണെങ്കിൽ അടിപൊളി ആംബിയൻസും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡുമാണ്. ഞാൻ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ചേട്ടനോട് ഇത്രയും പയ്യെ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചതല്ല, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗൂഗിൾ അമ്മച്ച് 3 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ചേട്ടൻ കറക്റ്റ് 2:15 തന്നെ ഞങ്ങൾ അവിടെ എത്തിച്ചു. നമ്മൾ സീ ഗേറ്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഈ ഹോട്ടൽ വേളാങ്കണ്ണിക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. ഇത് നല്ല സ്റ്റാൻഡേർഡ് റൂമായിരുന്നു. ഇനി നമ്മുടെ മെയിൻ പരിപാടിയായ ഫുഡ് അടിക്കാൻ പോവാം. അവിടെ ഇഷ്ടം പോലെ സീ ഫുഡ് കിട്ടുമെങ്കിലും ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. തമിഴ്നാട് ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു. ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് താണ്ട മണി 8 മണി. ഞങ്ങൾ ബാച്ചിലർ പാർട്ടിക്ക് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോ അവിടെ ചെന്നിട്ടാണ്. അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നപ്പം ആണ്ട വിശപ്പിൻ്റെ വിളി വന്നു. ആദ്യം തന്നെ ഡെസേർട്ടായിട്ട് നല്ല ചൂട് ഹൽവയായിരുന്നു. പിന്നെ വീശപ്പം വന്നു, ചപ്പാത്തി വന്നു, അതുപോലെ തന്നെ മട്ടൻ കറി വന്നു. പിന്നെ തമിഴ്നാട് സ്പെഷ്യലായ പൊങ്കലും കേസരിയും ഒക്കെ ഉണ്ടായിരുന്നു. തമിഴ്നാട് വരെ വന്നിട്ട് ഒരു സിനിമ കാണാതെ പോകുന്ന മോശം. സൂര്യയുടെ കറുപ്പ് മൂവി കാണാൻ വേണ്ടി അവിടുത്തെ ഒരു നല്ലൊരു തിയേറ്ററിൽ കൊണ്ടുപോകുന്നു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഷോ ആയിട്ടും സിനിമ ഇറങ്ങി ഇത്രയും ദിവസമായിട്ടും ഇവിടെ ഹൗസ്ഫുള്ളായിരുന്നു. സിനിമ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. ഇനി ബാക്കി രാവിലെ. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഇതാണ് നമ്മുടെ റൂമിലെ മോർണിംഗ് വ്യൂ. ഇനി നമുക്കൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം. ഗൈസ്, ഇത് കണ്ട് പേടിക്കല്ലേ, ഞാൻ ഇത്രയേ കഴിക്കത്തുള്ളൂ. പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഇനി റെഡി ആവാൻ പോകാൻ. അപ്പം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി. ഇനി ഞങ്ങൾ കല്യാണ സ്ഥലത്തിലേക്ക് പോകും. കയറി വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചന്ദനവും പൂവൊക്കെ തന്നാണ് നമ്മളവിടെ വെൽക്കം ചെയ്യുന്നത്. ഗൈസ്, ഇതാണ് നമ്മൾ കൊണ്ടുവന്ന വെഡ്ഡിങ് ഗിഫ്റ്റ്.
അവിടെ ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് അച്ഛനം പിച്ചണം ഫോട്ടോ എടുത്തു. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ എടുത്ത ഫോട്ടോ. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറി. രണ്ടുപേർക്കും വിശ്വാസമൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ ഇൻട്രസ്റ്റിംഗ് പാട്ടായ ഫുഡ് അടിയിലോട്ട് പോവാം. നല്ല കിടിലം മട്ടൻ ബിരിയാണി ആയിരുന്നു ഗായ്സ്, കിടിലം, ഒരു രക്ഷയില്ല. പിന്നെ എന്തൊക്കെയോ കറികളുണ്ടായി, ഒന്നിൻ്റെയും പേരറിഞ്ഞൂടെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ മുറുക്കണം, അത് നിർബന്ധമാണ്. ചേച്ചി നല്ല ഷോ കാണിച്ച് തിന്നതാ. ആ മുഖത്തോട്ടൊന്ന് നോക്കി. ബട്ട് എനിക്കിഷ്ടമായി. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഐസ്ക്രീം, അതും നിർബന്ധമാ. ഇനി കുറച്ച് നേരം കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പള്ളിയിലോട്ട് പോവാം. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് പള്ളിയിൽ ചെന്നിട്ട് കാണാം. നമ്മൾ ക്യാൻഡിൽ മേടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ക്യാൻഡിൽ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോയി കത്തിക്കും. ഓൾമോസ്റ്റ് നമ്മളെല്ലായിടത്തും കയറി പ്രാർത്ഥിച്ച് ബാക്കിയുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒരു ആചാരമുണ്ട്, പൂട്ട് അവിടെ പൂട്ടിയാൽ നമുക്ക് വീട് വെക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ അതുപോലെ ഒരു പൂട്ട് പൂട്ടി. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. ബട്ട് ഇവിടെ എല്ലായിടത്തും പണി നടക്കുന്ന കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഗായ്സ്, അങ്ങനെ നമ്മൾ തമിഴ്നാട് കാഴ്ചകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്.